ഓക്കെ അങ്ങനെ പണി മൊത്തം കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറടാ ഷിൻചാന്റെ ചോപ്പേ, എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം? ഫ്രാങ്ക്ലിൻ ബൈ സംഭവമൊക്കെ കൊള്ളാം. അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ പറയണത് ഇതുവഴിയാണ് നമ്മള് മീനിടുന്നതെന്നാണോ? ആടാ അതിനല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഇതിവിടെ പണിതത്. ഞാൻ ആലോചിച്ചിട്ട് ഇതാണ് ദി ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് മീൻ ഇടണമെങ്കിലും വെള്ളം ഒഴിക്കണമെങ്കിലും എന്തിനും നമുക്ക് വരെ ഇറങ്ങാൻ വേണ്ടി ഇതുവഴി പറ്റും. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തേക്ക് ഇറങ്ങേണ്ടടാ. അങ്ങനെ എല്ലാം ആലോചിച്ച് ചിന്തിച്ച് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഞാൻ ഈ ഫിഷ് ടാങ്ക് നിർമ്മിക്കുന്നത്. ഇതുകൊണ്ടോ കറക്റ്റ് ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്കിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് മീനെ പിടിച്ചിടാനല്ലേ? ഇത്ര മീനെ പിടിച്ചിടണം. പോടാ, വെള്ളം ഇല്ലാതെ എങ്ങനെയാ മീനെ പിടിച്ചിടുന്നത്? മീൻ വെള്ളത്തിലല്ലേ ജീവിക്കുള്ളൂ. അടുത്തായിട്ട് വെള്ളം നിറക്കണം. ഞാൻ ഈ പണിത വെച്ചിട്ട് എങ്ങും ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ വെള്ളം നിറക്കണതിന് മുമ്പ് നമുക്ക് ഈ കുറച്ച് ഈ ഉരുളം കല്ലുകള് പിന്നെ അലങ്കാര വസ്തുക്കൾ അതൊക്കെ വെക്കാനില്ലേ, അതിനുവേണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ ഇതുവഴി ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ നിങ്ങൾ വന്നിട്ടോടാ. എന്നാ ഇതുവഴി ചാടിയാ മതി. ഓക്കെ സോ ഉള്ളിലേക്ക് വാ. ഹിയർ വി ഗോ. റൈറ്റ് നമ്മള് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഉണ്ടെന്ന് പറയത്ത പോലും ഇല്ല. അടുത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് ഗ്ലാസ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പുറത്തുനിന്ന് നോക്കാൻ വേണ്ടി നല്ല രസമായിരിക്കും. ലീക്കൊന്നും ഇല്ലല്ലേ? ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ലീക്ക് ഉണ്ടെങ്കിൽ വെള്ളം ചോരും. പിന്നെ ഇവിടെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ നോക്കട്ടെ. ഇവിടെ കുറച്ച് ഗ്ലാസ്, അവിടെ ഗ്ലാസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ചോരില്ല. അതുവഴി വേറെ ഓക്കെയാടാ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റാ. ഞാൻ വന്നു. ആഹാ ഇവിടെ കൊള്ളാലോ. ആടാ ഷിൻചാനെ നീ വന്നാ. ചോപ്പിന് വരാൻ കുറച്ച് പാടായിരിക്കും. ഓക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാ. അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ഫിഷ് ടാങ്കിന് അടിയാനുള്ള ഉരുളം കല്ലുകളും ഗ്രാവലും കുറച്ച് സാധനങ്ങളൊക്കെ ഇത്രയും വേണ്ടി വരും. അത്രയും വലിയ ഫിഷ് ടാങ്കല്ലേ നമ്മൾ ഉണ്ടാക്കണത്. ഷിൻചാനെ ആ സൈഡ് ഒന്ന് പറഞ്ഞാ. ഫ്രാങ്ക്ലിൻ ബൈ പോരട്ടെ. ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഫ്രാങ്ക്ലിൻ ബൈ നേരെ റിവേഴ്സ് പോരട്ടെ. കുറച്ചുകൂടി പോരും. ചേട്ടാ ഇതിന്റെ പുറകിട്ട് നോക്കിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഷിൻചാൻ പറഞ്ഞ പോലെ തന്നെ നേരെ പുറകോട്ട് പോവാം. ഓക്കെ ഇത് മതി. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഫിഷ് ടാങ്കിലേക്ക് ഇടാനും പറ്റും. ഓക്കെ വാ ഇറങ്ങ്. ഇനി ഇതിനകത്തുള്ള ഗ്രാവൽ എടുത്ത് ഫിഷ് ടാങ്ക് നിറക്കാം. ഓക്കെ ഗ്രാവലിട്ട് ഇത് ഫുള്ള് നിരത്തണം. എന്നിട്ട് അതിന്റെ പുറത്ത് വെള്ളം വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഓക്കെ അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്കിന്റെ ഉള്ളിൽ വെള്ളാരം കല്ലുകളും ചില അലങ്കാര വസ്തുക്കളും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം. അടുത്തത് നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം നിറക്കേണ്ട സമയം. ഇതാണ് ഞാൻ കാത്തോണ്ടിരുന്ന സമയം. ഞാനേ ഫൈനലി ആ സമയം വന്നെത്തി. നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം നിറക്കേണ്ട സമയം. ഫ്രാങ്ക്ലിൻ ബൈ